തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ സർക്കാർ തലത്തിൽ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോഴും തെരുവുനായ ആക്രമണങ്ങളിൽ ജനങ്ങൾ വലയുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായ പദ്ധതികൾ നടപ്പിലാക്കാത്തതും ഇതിനൊരു കാരണമാണ്. ഗവൺമെന്റിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നിരുത്തരവാദപരമായ പെരുമാറ്റം നിരവധി ജീവിതങ്ങളെയാണ് കഷ്ടപ്പാടിലേക്ക് തള്ളിയിടുന്നത്. വൈകിട്ട് ഒരു 7 നേരത്തിന് ഇവിടെ ആക്സിഡന്റ് ഉണ്ടായത്. അതൊരു പട്ടി പെട്ടെന്ന് തൃശ്ശൂരിൽ നിന്ന് ഓട്ടം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന ഒരു വണ്ടിക്കാരൻ്റെ പെട്ടെന്ന് ക്രോസ് ചെയ്തതാണ് ഒരു പട്ടി. അപ്പോൾ അയാൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു, വണ്ടി മറിഞ്ഞു, അയാളുടെ മേലേക്ക് വണ്ടി മറിഞ്ഞു, ആൾ മരിക്കുകയുണ്ടായി. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തെരുവുനായി ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെ നമ്മൾ കെയർ ചെയ്യാണ്ടാണ് ഇവരുടെ തെരുവിൽ വരികയും അവിടെ വെച്ച് പെറ്റി വരികയും നായ്ക്കളുണ്ടാവുകയും ചെയ്യുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു ഓട്ടോറിക്ഷ ഓടി കടന്ന നായ ഹൈവേയിലേക്ക്. ആ ഓട്ടോറിക്ഷ മറിഞ്ഞു. ആ 46 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു ഇവിടെ സെൻറ്ററിൽ. അതിൻ്റെ 2 ചെറിയ കുട്ടികളാണ്. ആ ഒരു കുടുംബം കഷ്ടത്തിലായി. അപ്പോൾ തെരുവ് പട്ടികളുടെ ശല്യം എന്തായാലും ഇവിടെ നമുക്ക് നിർത്തിയേ പറ്റൂ. ശക്തമായ നടപടി അതിന് വേണം. 17/12/2021 ഹൈക്കോടതി ഓർഡർ അനുസരിച്ച് തെരുവ് നായ്ക്കളെ വന്ധ്യംകരണം നടത്തുന്നതിൽ നിന്നും കുടുംബശ്രീകളെ വിലക്കിയതാണ് ഈ പ്രശ്നങ്ങളുടെ പ്രധാന കാരണമെന്ന് ഗവൺമെന്റ് ആരോപിക്കുന്നു. ഇതുമൂലം ABC പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. 8 ജില്ലകളിൽ കുടുംബശ്രീയായിരുന്നു ഈ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നത്. കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ 2.5 ലക്ഷത്തോളം ആളുകളാണ് തെരുവുനായ ആക്രമണങ്ങളുടെ പേരിൽ സംസ്ഥാനത്ത് ചികിത്സ തേടിയിട്ടുള്ളത്. ഇതിൽ മുന്നിൽ നിൽക്കുന്നത് തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയാണ്. 2012 കണക്കനുസരിച്ച് 2.99 ലക്ഷം തെരുവുനായ്ക്കളാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ ഈ കണക്ക് ഇരട്ടിയിലധികമായി 6 ലക്ഷത്തിന് മുകളിലാണ് നിൽക്കുന്നത്. കോവിഡ് കാലത്തുണ്ടായ മനുഷ്യ സംസർഗമില്ലാത്ത നായ്ക്കളാണ് ആക്രമണകാരികളായ നായ്ക്കളായി മാറിയത് എന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് ഗവൺമെന്റിന് കൈ കഴുകി മാറി നിൽക്കാമെങ്കിലും ഗവൺമെന്റിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഉത്തരവാദിത്വമില്ലായ്മ ഈ പ്രശ്നത്തിൽ പകൽ പോലെ വ്യക്തമാണ്. ജനങ്ങളിലുണ്ടാകുന്ന അമിതഭീതിയിൽ മരുന്ന് കമ്പനികൾ തടിച്ചു കൊഴുക്കുന്നു എന്നുള്ളതിനുമപ്പുറത്ത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ക്രിയാത്മകമായ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഷെക്കേന ന്യൂസ് ബ്യൂറോ, തൃശൂർ.